നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ മാറ്റുരച്ച മത്സരാർത്ഥികളെക്കാൾ ആരാധകരുള്ളത് വിനു വിജയ് എന്ന PR കൺസൾട്ടന്റിനാണ്. സീസൺ 6-ൽ ജിൻഡോ വിജയിയായപ്പോൾ മുതലാണ് വിനുവും ഇത്തരം റിയാലിറ്റി ഷോകളിൽ PR വർക്ക് സൃഷ്ടിക്കുന്ന സ്വാധീനത്തെക്കുറിച്ചും ബിഗ് ബോസ് പ്രേക്ഷകർ കേട്ടു തുടങ്ങിയത്. കഴിഞ്ഞ സീസണിൽ ജിൻഡോയ്ക്ക് വേണ്ടിയാണ് PR ആയി വിനു ജോലി ചെയ്തിരുന്നത്. സീസൺ 7-ൽ മത്സരാർത്ഥിയായി എത്തിയ അനുമോൾ മാത്രമല്ല, ഷൈത്യയും വിനുവിൻ്റെ ക്ലയൻ്റായിരുന്നു. അനുമോൾ 16 ലക്ഷത്തോളം രൂപ നൽകിയാണ് PR വർക്കുകളും ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റും വിനു വിജയെ ഏൽപ്പിച്ചത്. അദ്ദേഹം അത് വൃത്തിയായി ചെയ്തു. അനുവിന് ടൈറ്റിൽ വിന്നർ ട്രോഫിയും നേടിക്കൊടുത്തു. അനുവിന് ശക്തമായി PR ഉണ്ടെന്ന് സഹമത്സരാർത്ഥികളും സീക്രട്ട് ഏജന്റ് അടക്കമുള്ള ഒട്ടുമിക്ക യൂട്യൂബേഴ്സും തെളിവ് സഹിതം നിരത്തി വാദിച്ചുവെങ്കിലും PR നൽകിയിരുന്നുവെന്ന് അനു എവിടെയും തുറന്ന് സമ്മതിച്ചിട്ടില്ല. ഷൈത്യ 1 ലക്ഷം രൂപയാണ് ഒരു മാസം ഹൗസിൽ തുടരാൻ വേണ്ടിയുള്ള വോട്ട് നേടിക്കൊടുക്കാനും PR വർക്ക് ചെയ്യാനുമായി വിനുവിന് നൽകിയതത്രേ. ബിഗ് ബോസ് വിജയിച്ചിറങ്ങിയ ശേഷം ഉദ്ഘാടനങ്ങളും പ്രോഗ്രാമുകളും എല്ലാമായി അനു ഇപ്പോൾ തിരക്കിലാണ്. വിജയായി പുറത്തിറങ്ങിയ ദിവസം മുതൽ ഇതുവരെയും അനുവിനൊപ്പം എല്ലാ പരിപാടികളും വിനുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകാറുമുണ്ട്. തനിക്ക് അനു സഹോദരിയും സുഹൃത്തുമാണെന്നും അതുകൊണ്ടാണ് കരുത്തായി ഒപ്പം നിൽക്കുന്നതുമെന്നാണ് വിനു അന്ന് പറഞ്ഞത്. ഇപ്പോഴിതാ ഇണക്കുരുവികളെപ്പോലെ നടന്നവർ ഇപ്പോൾ കീരിയും പാമ്പും ആയിരിക്കുകയാണ്. 16 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ് അനു തന്നെ പറ്റിച്ചുവെന്നാണ് വിനു വിജയ് ഇപ്പോൾ പറയുന്നത്. ആദ്യം അഡ്വാൻസ് തുക തന്നിരുന്നു, ബാക്കി രൂപ പിന്നെ തരാമെന്ന് പറഞ്ഞു. വാക്കുറപ്പിച്ചാണ് അനു ബിഗ് ബോസ് വീട്ടിലേക്ക് പ്രവേശിച്ചത്. ആ വിശ്വാസത്തിൽ PR വിനു അനുവിന് വേണ്ടി ഊണും ഉറക്കവും മരിച്ച് രാപ്പകൽ വ്യത്യാസമില്ലാതെ അനുമോൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ അഹോരാത്രം പണിയെടുത്തു. ഇതിനായി ഒരു പ്രത്യേക ടീമിനെ വരെ വിനു തയ്യാറാക്കി. അവരുടെ കഷ്ടപ്പാടിൻ്റെ ബലം കൊണ്ട് മാത്രമാണ് അനു ഈ ടൈറ്റിൽ വിന്നർ പദവി നേടിയത്. പക്ഷേ എൻ്റെ കഞ്ഞിയിൽ പാറ്റ വീണു. ജോലിക്കാർക്കുള്ള തുക എൻ്റെ കയ്യിൽ നിന്ന് പോലും എടുത്തു കൊടുക്കേണ്ട അവസ്ഥ വന്നു. ഞാൻ കടക്കണിയിലുമായി. ആകെ ഉണ്ടായിരുന്ന ആശ്വാസം അനുമോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വെളിയിൽ വന്നാൽ തനിക്കുള്ള നഷ്ടപരിഹാരം നേടിയെടുക്കാം എന്നായിരുന്നു. എന്നാൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അനുമോൾ കാലുമാറി. ആ സമയം ഞാൻ തകർന്നു പോയ അവസ്ഥയിലായിരുന്നു. കടം കാരണം ഞാൻ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു. പിന്നെ തോന്നി ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. ആത്മഹത്യ ഒന്നും പരിഹാരമല്ല എന്ന് ചിന്തിച്ചു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു അനുമോളെ വിശ്വസിച്ചത്. കാരണം അനുമോളുടെ മുഖഭാവം കണ്ടാൽ ആരായാലും അതിൽ മാനിപ്പുലേറ്റഡ് ആയി പോകും. അത്തരം രീതിയിൽ ക്യൂട്ട്നെസ് വാരി വിതറിയാണ് അനുമോൾ എന്നെ വിശ്വസിപ്പിച്ചത്. അതിൽ ഞാൻ വീണ് പോവുകയും ചെയ്തു. ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല. അനുമോൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് PR വിനു. അനുമോൾക്കെതിരെ വഞ്ചനാ കുറ്റത്തിനാണ് കേസ് വിനു ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതിനായി വക്കീലിനെയും വിനു തയ്യാറാക്കിയിട്ടുമുണ്ട്. ഇനി എന്തൊക്കെ വന്നാലും കേസ് സുപ്രീം കോടതി വരെ പോയാലും തനിക്ക് നിഷേധിക്കപ്പെട്ട നീതി താൻ നേടിയെടുക്കുമെന്നും വിനു പറഞ്ഞു. ഈ സംഭവത്തിലൂടെ അനുവിൻ്റെ ഭാവി എന്താണെന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി.